തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ വോട്ട് കച്ചവടം നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ബിജെപി. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം, ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വോട്ട് കച്ചവടം നടന്നതെന്ന ആരോപണം ഉന്നയിക്കുകയാണ് ബിജെപി ഭരണത്തിലെത്തുന്നത് തടയാനായാണ് വോട്ട് കച്ചവടം നടത്തിയതെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി വ്യാപകമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് കച്ചവടം ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഏറെ ലജ്ജ ഉണ്ടാക്കുന്ന എന്ത് ഡീലിങ്സാണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിനെ വെല്ലുവിളിക്കുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തും വാണിയംകുളത്തും ഷൊർണൂരുമല്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ എവിടേക്കാണ് പോയത് എന്നും അവർ പറയേണ്ടതായിട്ടുണ്ട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ 2 ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല, UDF സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. ആ വോട്ട് മുഴുവൻ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, അത് ബോധപൂർവമായുള്ള ഒരു ഇടപാടിൻ്റെ കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ വോട്ട് കച്ചവടത്തിന്റെ ആരോപണം വളരെ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബിജെപി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഓരോ പാർട്ടികൾക്കും കിട്ടിയിട്ടുള്ള വോട്ട് നിലകൾ, അത് എത്ര വോട്ട് ലഭിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തിയ സമയത്താണ് ഈ ഒറ്റപ്പാലം, അതുപോലെ തന്നെ ഷൊർണൂർ, വാണിയംകുളം തുടങ്ങി BJP ഭരണത്തിലെത്താൻ സാധ്യതയുണ്ടായിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളിലും BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം CPM-ഉം കോൺഗ്രസും തമ്മിൽ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് ആ കണക്കുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം BJP ഉന്നയിക്കുന്നത്. അതിൽ തന്നെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം കണക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ 1-ാം വാർഡിൽ 361 വോട്ടാണ് BJPക്ക് ലഭിച്ചത്, CPM-ന് 437, കോൺഗ്രസിന് അവിടെ ലഭിച്ചത് വെറും 63 വോട്ട് മാത്രമാണ്. ഏകദേശം 200-ലേറെ വോട്ട് അവിടെ കോൺഗ്രസിനുണ്ട് എന്നിരിക്കെ കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ CPM-ലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ BJP ആരോപിക്കുന്നത്. അതുപോലെ തന്നെ അതേ പഞ്ചായത്തിലെ 2-ാം വാർഡ്, 3-ാം വാർഡ് തുടങ്ങി എല്ലാ വാർഡുകളിലും, ഒട്ടുമിക്ക വാർഡുകളിലും 20 വാർഡുകളാണുള്ളത്. ഈ 20 വാർഡുകളിലും കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന വോട്ട് എന്നുള്ളത് 96, 95, 100-ൽ താഴെ വോട്ടുകൾ മാത്രം. 53, 51, 45, 2 വാർഡുകളിൽ 0 വോട്ട് എന്ന തരത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ട് തന്നെ CPM-ന് വോട്ട് മറിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്തത്. പലയിടത്തും സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഒറ്റപ്പാലത്തെ ബ്ലോക്ക് ഡിവിഷനിലും മറ്റും സ്ഥാനാർത്ഥികളെ പോലും UDF നിർത്താതിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഇതെല്ലാം CPM-നെ സഹായിക്കാൻ വേണ്ടിയും മാത്രമല്ല BJPക്ക് ലഭിക്കും ഭരണം എന്നുള്ളത് കൊണ്ട് BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കൃത്യമായ വോട്ട് കച്ചവടമാണ് ഇവിടെയൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പി വേണുഗോപാൽ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പാലം നോക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഷൊർണൂർ നഗരസഭ നോക്കുകയാണെങ്കിലും വാണിയംകുളം നോക്കുകയാണെങ്കിലും ഒക്കെ ഇവിടെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. വലിയ സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP പ്രതിപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ പ്രതിപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നത് പോലും ഇത്തരത്തിൽ ഈ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ക്രോസ് വോട്ടിംഗ് അതിനെ പോലും മറികടന്നുകൊണ്ടാണ് ഇത്രയേറെ സീറ്റുകൾ നേടി തങ്ങൾക്ക് ഈ ഒരു ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും വർഷങ്ങളിൽ, വരും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിങ്ങിനെ പോലും അതിജീവിക്കുന്ന തരത്തിലേക്ക് BJP ഉയരുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് പി വേണുഗോപാൽ പറയുന്നത്. മാത്രമല്ല പൊതുജനത്തിന് ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ റിസൾട്ട് പൊതുജന മധ്യത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഒരു ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഈ BJP വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കളികൾ കൃത്യമായിട്ട് തന്നെ പൊതുജനം മനസ്സിലാക്കും. അരുൺ, അങ്ങനെ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടായാലും BJPയെ ഏത് വിധേനയും തടഞ്ഞു നിർത്തണം എന്ന അജണ്ടയാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ കോൺഗ്രസും CPM-ഉം പുലർത്തുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് തെളിവ് സഹിതം BJP പാലക്കാട് നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്.